CPIM നേതാവ് നിതിൻ കണിശ്ശേരി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ നിതിൻ കണിശ്ശേരി, CBI ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുമ്പോൾ സാക്ഷികളായിരുന്ന മാതാപിതാക്കൾ ഇപ്പോൾ പ്രതിപട്ടികയിലാണുള്ളത്. മാത്രമല്ല ഇവർക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തിയിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് കേസ് അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ കേസുണ്ടായ ഘട്ടത്തിൽ തന്നെ പല നിലയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമുക്ക് ഉയർന്നു വന്നിരുന്നതാണ്. ഈ പെൺകുട്ടികളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവരുടെ രക്ഷിതാക്കളായിരുന്ന അമ്മയ്ക്കും ഇവരുടെ രണ്ടാനച്ഛനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമെല്ലാം ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ഉയർന്നു വന്നിരുന്നതാണ്. എന്നുവെച്ചാൽ ആ ഒരു പ്രദേശത്ത് പോയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഇവരുടെ വീടുണ്ടായിരുന്ന സാഹചര്യം നേരിട്ട് കണ്ടിട്ടുള്ള പ്രദേശവാസികൾക്കും എല്ലാം അറിയാം. ഒരു ഒറ്റമുറി വീട്ടിനകത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കുട്ടികൾക്കെതിരായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പല ഘട്ടത്തിലും ഇവർക്ക് അറിയാമായിരുന്നുവെന്നും ആ അറിയുന്നത് യഥാസമയം പോലീസിനെയോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ കൊടുക്കേണ്ടുന്ന ഒരു രക്ഷകർത്തൃത്വം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള നിലയിലുള്ള ആക്ഷേപങ്ങളെല്ലാം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ആ കണ്ടെത്തൽ കുറ്റപത്രമായി കോടതിയുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് വ്യക്തിപരമായി അല്ലെങ്കിൽ ഇത്തരം കുറെ കൂടി യാഥാർത്ഥ്യത്തോട് വസ്തുതകളോട് യോജിക്കുന്ന ഒരു നിഗമനത്തിലേക്ക് CBI എത്തി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ രണ്ട് പിഞ്ചു കുട്ടികൾക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയും ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുന്നതിന് പകരം ഇതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിനും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആരോപണത്തിനു വേണ്ടി ഈ കേസിലെടുക്കുകയും ഇപ്പോ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മുൻനിർത്തി ഉൾപ്പെടെ വലിയ സമര നാടകങ്ങളാണ് BJPയുടെയും കോൺഗ്രസിന്റെയും എല്ലാം ഭാഗത്തു നിന്ന് പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് വളരെ നേരത്തെ. അപ്പോ അത്തരം ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ ഈ CBIയുടെ കണ്ടെത്തലിന്റെയും കുറ്റപത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തോട് മാപ്പ് പറയുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. ശ്രീ നിതിൻ കണിശ്ശേരി, നമ്മൾ അല്പം മുൻപ് പോലും ആ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. അവർക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരാണ്. അവിടുത്തെ താങ്കൾ പറഞ്ഞതുപോലെ അവിടുത്തെ സാമൂഹിക സാഹചര്യമൊക്കെ അറിയാവുന്നതാണ്. ചിലപ്പോൾ ആ ഘട്ടത്തിൽ അവർക്കത് കൃത്യമായി അതേത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരിക്കാം. ഇത്രയധികം വർഷമായിരിക്കുന്നു. അന്ന് നമുക്കറിയാം പോലീസ് അന്വേഷിച്ചപ്പോഴും ഇവരെ പ്രതി ചേർക്കുകയല്ല, സാക്ഷികളാക്കുകയാണ് ചെയ്തിരുന്നത്. അതവിടെ നിൽക്കട്ടെ. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണം, ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ വെക്കണം എന്നവർ ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ അതിന് തയ്യാറായില്ല എന്നതാണ്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഇവര് ഏത് ഘട്ടത്തിലും ഇവർ നേരത്തെ മുഖ്യമന്ത്രിയെ തന്നെ ഈ രക്ഷിതാക്കൾ നേരിട്ട് ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിരുന്ന എല്ലാ ഘട്ടത്തിലും ഈ കേസിന് അനുകൂലമായി അല്ലെങ്കിൽ ഈ കേസിൽ ആ കുട്ടികൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പോലീസ് അന്വേഷണത്തിന്റെ കാര്യത്തിലായാലും പിന്നീട് കേസ് CBIക്ക് വിടണമെന്നുള്ള കാര്യത്തിന്റെ നിലപാടിന്റെ കാര്യത്തിലായാലും അന്വേഷണം ശരിയായ രൂപത്തിൽ. പിന്നെ അന്വേഷണം നടക്കേണ്ടത് ആരുടെയെങ്കിലും താല്പര്യപ്രകാരമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആവശ്യപ്പെടുന്നത് എങ്ങനെ പോകണം, ആരുടെ താല്പര്യപ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതി ചേർക്കപ്പെട്ടത് ഇപ്പോഴാണ് സാർ. അതിന് മുൻപേ തന്നെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പലതവണയായി സമൂഹത്തിന് മുന്നിൽ നീതിക്ക് വേണ്ടി പോരാടിയിരുന്നവരാണ്. അന്ന് അവർ അച്ഛനും അമ്മയും എന്ന നിലയിലാണ് സാർ ആവശ്യപ്പെടുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇപ്പോ അവരെയാണല്ലോ CBI കുറ്റപത്രത്തിൽ പ്രതിയാക്കിയിട്ടുള്ളത്. എന്തായാലും CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചത് കേരള സർക്കാരാണ് എന്നുള്ള അഭിപ്രായം താങ്കൾക്കും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ കേരള സംസ്ഥാന സർക്കാരിന് ഇതിലെന്തെങ്കിലും മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന ആരോപണത്തിലേക്ക് നിങ്ങൾ എത്തണ്ട. CBI കണ്ടെത്തിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ളതെങ്കിൽ കണ്ടെത്തിയ വസ്തുതകളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോ ഈ കുറ്റകൃത്യങ്ങളെല്ലാം അറിയുകയും ഇതിൽ പ്രേരണ നടത്തുകയും ഇതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയിട്ടുള്ള സമരവുമൊക്കെയാണ് ഇതുവരെ കേരളം കണ്ടിരുന്നത്. വസ്തുതയിലേക്ക് CBI എത്തിയിരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി ഈ കാര്യത്തിൽ എനിക്കുള്ളത്. മാതാപിതാക്കളെ പ്രതി ചേർത്തത് ശരിയായി എന്നാണോ അപ്പോൾ താങ്കൾ പറയുന്നത്? അല്ല, അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരുന്നു. അല്ലെങ്കിൽ അന്വേഷണത്തിൽ ശരിയായ ദിശയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ബാക്കി കോടതിയാണല്ലോ നിശ്ചയിക്കേണ്ടത്. അപ്പോഴും യഥാർത്ഥ പ്രതികൾ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. നോക്കൂ, അതിനാണല്ലോ ഈ അന്വേഷണം നടന്നത്. നോക്കി, ഈ അന്വേഷണം നടന്ന് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അപ്പോ തങ്ങൾക്കിഷ്ടമുള്ള ആളുകൾ പ്രതിയായാൽ അവർ പ്രതികളെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് പ്രതികളാവുന്നതെങ്കിൽ യഥാർത്ഥ പ്രതികൾ എവിടെ എന്ന് ചോദിക്കുന്നത് ഒരു ശരിയായ രീതിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല.
ശരി, അതാണ് CPM നേതാവ് നിതിൻ കണിച്ചേരിയാണ് നമ്മോട് പ്രതികരിച്ചത്. ഏതായാലും മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നു, വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ എന്നതാണ്. ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പോരാട്ടം തുടരും, നിയമ പോരാട്ടമായാലും സമരമായാലും തുടരും, നീതി കിട്ടും വരെ എന്ന് തന്നെയാണ് ആ പെൺകുട്ടികളുടെ അമ്മ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. നമുക്ക്